മഴത്തോട് മുമ്പിൽ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ബാലേന്ദ്രനും അതുപോലെ വൈജയന്തിയും തമ്മിൽ എപ്പോഴും അടിയും വഴക്കും മക്കളുമായിട്ടൊക്കെ എപ്പോഴും അടിയും വഴക്കും. കാരണം നമ്മളെ രോഹിത്തിനാണെങ്കിൽ ആകെ സങ്കടമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രോഹിത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് എപ്പോഴും ഇവിടെ അടിയും വഴക്കും തന്നെ ആണല്ലോ. എന്തായാലും ബബിതയാണെങ്കിലും ഇപ്പം അമ്മ എന്ത് പറഞ്ഞാലും ബബിതയാണെങ്കിലും വിട്ടു കൊടുക്കത്തില്ല. അവൾ നല്ല തിരിച്ച് മറുപടിയൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും അമ്മയും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ നമ്മളെ രോഹിത്തിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ രോഹിത്ത് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്തായാലും ബബിതയൊക്കെ എടുത്ത് വിളിച്ച് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ രോഹിത്താണെങ്കിൽ ബബിതയെ വിളിക്കുന്നുണ്ട് കേട്ടോ ഫോണിൽ. അപ്പം നമ്മൾ ബബിത ചോദിക്കുന്നത്, എന്ത് പറ്റി സാറ് താഴോട്ട് ഇറങ്ങി വരത്തില്ലേ, മേളിൽ ഇരുന്ന് ഫോണൊക്കെ വിളിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ രോഹിത്ത് പറയുന്നുണ്ട്, എടീ നീ ഉറങ്ങിയില്ലെങ്കിൽ ഒന്ന് മുകളിലോട്ട് കയറി വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രോഹിത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, രോഹിത്തേട്ടാ നാളെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല അർജൻറ്റാ നീ ഒന്ന് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബബിതയാണെങ്കിലും മുകളിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ രോഹിത്താണെങ്കിൽ അവിടെ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് രോഹിത്താണെങ്കിലും ഇങ്ങനെ പറയുന്നത്, അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, എന്തിനാ രോഹിത്തേട്ടാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേ, അതെനിക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിൻ്റെ അടുത്ത് പറയാൻ വേണ്ടിയാ. നീ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്തിനാ തിരിച്ച് അമ്മയുടെ അടുത്ത് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നത് എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മളും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അമ്മയും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മയ്ക്കും അത് നീ തിരിച്ച് മറുപടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അമ്മയ്ക്കും അത് ഭയങ്കര സങ്കടമാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ രോഹിത്ത് പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് അച്ഛൻ നമ്മളടുത്ത് എല്ലായിടത്തും കൂടെ പറഞ്ഞതില്ലേ, അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും നമ്മൾ തിരിച്ചൊന്നും മറുപടി പറയണ്ട, അത് അമ്മ അവിടെ നിന്ന് പറഞ്ഞോട്ടെ, അമ്മ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളടുത്ത് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞില്ലേ അച്ഛൻ, എന്നിട്ട് നീ എന്താ കേൾക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ബബിത പറയുന്നുണ്ട്, ഏട്ടൻ കേൾക്കുന്നതല്ലേ, അമ്മയാണെങ്കിൽ അച്ഛനെ എന്തെല്ലാം തഴുന്തഴുത്തിയാണ് സംസാരിക്കുന്നത്, എന്നിട്ടും അച്ഛനാണെങ്കിൽ എല്ലാം സഹിച്ച് നിൽക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് രോഹിത്ത് പറയുന്നുണ്ട്, അന്ന് അമ്മ ആണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അച്ഛൻ്റെ കണ്ണിൽ നിന്ന് വന്ന ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഞാൻ നല്ലതുപോലെ കണ്ടതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നമ്മളെ പുറത്ത് അച്ഛൻ കൊണ്ടുവരുന്ന അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ രോഹിത്തിൻ്റെ അടുത്ത് ബബിത പറയുന്നുണ്ട്, എന്നാൽ ശരി രോഹിത്തേട്ടൻ, എന്തായാലും അമ്മ പറയുന്ന പോലെ നിൽക്കട്ടെ, ഞാൻ എന്തായാലും ഇനി ഉടക്കാനും വെക്കാനും ഒന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബബിത ആണെങ്കിൽ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ വൈജയന്തി ആണെങ്കിൽ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ വൈജയന്തി ലൈറ്റൊക്കെ ഓൺ ആക്കുന്നുണ്ട്. അപ്പം നമ്മളെ ബബിത ചോദിക്കുന്നുണ്ട്, ഇതെന്താ അമ്മയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി അമ്മ ഇവിടെ നിൽക്കുവാണോ എന്നൊക്കെ നമ്മളെ ബബിതയാണെങ്കിൽ ദേഷിച്ച് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, അതെ ഞാൻ അങ്ങനെ തന്നെ ശ്രദ്ധിച്ചേ എനിക്ക് പറ്റത്തുള്ളൂ, നീയൊക്കെ പ്രായപൂർത്തിയായ പെൺപിള്ളേരാ, അപ്പോൾ ഈ അസമയത്ത് എവിടെ നീ പോകുന്നതെന്നൊക്കെ എനിക്ക് അറിയണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ബബിത പറയുന്നുണ്ട്, ഞാൻ രോഹിത്തേട്ടൻ്റെ റൂമിൽ പോയതാണെന്ന് പറയുമ്പം നമ്മൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഈ ഒരു സമയത്ത് എന്തിനാ നീ ഇപ്പം രോഹിത്തിൻ്റെ റൂമിൽ പോയതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുമാതിരിയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ വൈജയന്തി പറയുന്നുണ്ട്, ഇനി ഏട്ടനായാൽ പോലും രോഹിത്തിൻ്റെ അടുത്ത് നിനക്ക് ഒരു അകലം പാലിച്ച് വേണം നിൽക്കാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ ബബിത ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പം അമ്മയാണെങ്കിൽ അമ്മയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് സഹോദരങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു അകലം പാലിച്ചാണോ നിന്നത്, അപ്പം അത് ഏത് രീതിയിലാണെന്ന് പറഞ്ഞു തന്നാൽ ഞാനും ആ രീതിയിലൊക്കെ നിൽക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബബിത പറയുന്നുണ്ട്, അപ്പം അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും അമ്മയുടെ ആങ്ങളമാരത്തൊക്കെ അങ്ങനെയാണ് അവർ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അമ്മ ആ ഒരു സംസ്കാരം എൻ്റെ അടുത്ത് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വൈജയന്തിക്ക് ദേഷ്യം വന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ ചെവിക്കുറ്റി അടിച്ച് ഞാൻ കറക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബബിത പറയുന്നുണ്ട്, ഓഹ് അപ്പോൾ അമ്മയ്ക്ക് ഒരു രീതിയിൽ പറയാം, എനിക്ക് പറഞ്ഞുകൂടെ, അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് വായി തോന്നുന്ന രീതിയിലല്ലേ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്നൊക്കെ നമ്മൾ ബബിതയാണെങ്കിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവസാനം പറയുന്നുണ്ട്, എന്തായാലും അമ്മ ആണെങ്കിൽ അമ്മയുടെ മനസ്സിലെ ഈ ദുഷിച്ച ചിന്തയുണ്ടല്ലോ, ആ ചിന്ത അമ്മ മാറ്റിയില്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ പ്രശ്നം, മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മ തന്നെ നാണം കെടുമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ വൈജയന്തി അടുത്ത് ബബിത. അതിനുശേഷം നമ്മളെ ബബിതയാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപൂർവ്വത്ത് സംസാരിച്ചിട്ടാണെങ്കിൽ അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ ബബിത പറഞ്ഞതും ആലോചിച്ചിട്ട് നമ്മളെ വൈജയന്തി ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.